ഒരു വഴി നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ എല്ലാ പണ്ഡിതന്മാരും മഹാനായ ശൈഖുനായ ശംസുലായ ഉലമായെ അങ്ങേയറ്റം വാഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. കാരണം ആലിമിനെ ആലിമാണ് അറിയുക, ആലിമിനെ മനസ്സിലാക്കുന്നത് ആലിമാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനായ ശൈഖുനായ ശംസുൽ ഉലമയുടെ ഒരു സംഗതി എന്നെ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് മാത്രം പറയുകയാണ്. ഒരുപാട് പണ്ഡിതന്മാര് വാഗ്മികൾ നിങ്ങളെ അഭിമുഖീകരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ കുറച്ച് മിനിറ്റുകൾ നോക്കിയും കൊണ്ട് പഠിപ്പിച്ചതായ സ്ഥാപനങ്ങൾ എന്ന വിഷയത്തെ പറ്റി വിശദീകരിക്കുകയാണെങ്കിൽ ഞാൻ മാത്രം ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ വളരെ പരിമിതമായി ചുരുക്കി ഞാൻ പറയുകയാണ്. ബാക്കിയാത്തിൽ സ്വാലിയാത്തിൽ പഠിച്ചത് നമുക്കെല്ലാവരുടെ ആ അനുഭവങ്ങളിൽ നിന്ന് ശൈഖുനായുടെ ചരിത്രപരമായ ചില വസ്തുതകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ബാക്കിയാത്തിൽ സ്വാലിയാത്തിൽ ശൈഖുന പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബാക്കിയാത്തിലുള്ള ഏറ്റവും വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ പോലെ ആയിരുന്നു ആ മഹാനായ ശിഷ്യൻ. ബഹുമാനപ്പെട്ട ശൈഖുന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും അവിടെയുള്ള ആലിമീങ്ങളെ പോലെയുള്ള വലിയ അറിവുകളുടെ ഭണ്ഡാകാരമായിരുന്നു ശൈഖുനായ ശംസുൽ ഉലമ. അതിനുദാഹരണമായി ചെറിയ മുറുക സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ശൈഖുനായ ശംസുൽ ഉലമയുടെ പ്രധാനപ്പെട്ട ഉസ്താദായ അബ്ദുർ റഹീം ഹസ്രത്ത്, മഹാനായ അബ്ദുർ റഹീം ഹസ്രത്ത് ദർശിക്കുമ്പോ കുട്ടികൾ നമ്മുടെ മലയാളത്തിലുള്ളതായ പണ്ഡിതന്മാരായ വിദ്യാർത്ഥികൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. കാരണം